18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ നേരിടുന്ന ലൈംഗിക അതിക്രമങ്ങൾ തടയാൻ വേണ്ടി കേന്ദ്ര സർക്കാർ 2012 കൊണ്ടുവന്ന നിയമമാണ് പോക്സോ നിയമം. എന്നാൽ ഇന്ന് വ്യാപകമായിട്ട് ഈ പോക്സോ നിയമം ദുരുപയോഗം ചെയ്തുകൊണ്ട് പലരെയും വർഷങ്ങൾ വരെ ജയിലിലടച്ച് ഒടുവിൽ കോടതി വിധി വരുമ്പോൾ ഈ പ്രതികൾ നിരപരാധികളാണെന്ന് പറഞ്ഞുകൊണ്ട് കോടതി അവരെ വെറുതെ വിടുന്നത് നമുക്ക് ധാരാളം കാണാം. ഇത്തരത്തിൽ ഈ നിയമം ദുരുപയോഗം ചെയ്ത് കള്ളക്കേസിൽ കുടുങ്ങാതിരിക്കാൻ വേണ്ടി പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ഒന്ന്, 18 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടികളുമായിട്ട് പ്രേമത്തിൽ ഏർപ്പെടാതിരിക്കുക. കാരണം അവരുടെ ഈ ശക്തമായിട്ടുള്ള ഈ റിലേഷൻഷിപ്പ് കാരണം അവർ പല ഹോട്ടലുകളിലും പല സ്ഥലങ്ങളിൽ വെച്ച് മീറ്റപ്പ് ചെയ്യാറുണ്ട്. ഇതൊരു വലിയൊരു എവിഡൻസ് ആണ്. 2, ഫോണ് ഉപയോഗിച്ചിട്ടുള്ള ഒരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കാതിരിക്കുക. എക്സാമ്പിൾ, 20 വയസ്സുള്ള ഒരു പയ്യൻ ഇൻസ്റ്റഗ്രാമിൽ 16 വയസ്സുള്ള ഒരു കുട്ടിയുമായിട്ട് സൗഹൃദം സ്ഥാപിച്ചു. ഈ കുട്ടിയെ കാണുവാൻ വേണ്ടി ഒരു വീഡിയോ കോൾ ചെയ്തു, ഫേസ് കാണാൻ വേണ്ടി. കേസ് വന്നപ്പോൾ പരാതി ഇങ്ങനെയാണ് വന്നത്: എനിക്ക് വീഡിയോ കോൾ ചെയ്തു, എൻ്റെ ശരീരം നഗ്നമായിട്ട് പ്രദർശിപ്പിക്കാൻ വേണ്ടി എന്നെ പ്രേരിപ്പിച്ചു എന്നുള്ളതാണ് മൊഴി വന്നത്. പെട്ടിയിലെ കാരണം ഈ മൊഴികളൊക്കെ പാരൻസ് അവരെ നിരന്തരം ഡിസ്റ്റർബ് ചെയ്തും ട്രെയിൻ ചെയ്തുകൊണ്ട് അവരെ കൊണ്ട് പറയിപ്പിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഫോൺ ഉപയോഗിച്ച് കോൾ ചെയ്യുകയാണെങ്കിലും സെക്ഷൻ 11 പരമായിട്ട് കുറ്റകരമാണ്. ഒരു കാരണവശാലും 18 വയസ്സിന് താഴെയുള്ള കുട്ടികളും ആ ചെറിയ കുട്ടിയാവട്ടെ അവരുമായിട്ട് ഒരു സ്പർശനമോ ടച്ചിങ്സോ ഉണ്ടാക്കാതിരിക്കുക. കാരണം റീസെൻ്റ്ലി ഞങ്ങൾ കണ്ടക്ട് ചെയ്തൊരു കേസാണ്. ഈ പ്രതിയുടെ മൊഴി പ്രകാരമുള്ള കാരണം പറയുന്നത് അയൽവാസികൾ തമ്മിൽ അതിർ തർക്കത്തിൽ ഭയങ്കര പ്രശ്നങ്ങളുണ്ടായി. ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതിൻ്റെ 1.5 വർഷം മുന്നേ ഒരു 4 വയസ്സായ ഒരു കുട്ടിയെ ഈ 60 വയസ്സായുള്ള ഈ വയോധികൻ സ്നേഹം കൊണ്ട് ഒന്ന് ഉമ്മ വെച്ചു. ഇത് ക്യാമറയിൽ പതിച്ചിട്ടുണ്ടായിരുന്നു. 1.5 വർഷത്തിന് ശേഷം ആണ് ഇവർ അതിര് തർക്കത്തിൽ ഭയങ്കര ഇഷ്യൂസ് ഉണ്ടാവുന്നത്. ഈ കുട്ടിൻ്റെ പാരൻസ് ഈ വയോധികനോടുള്ള ദേഷ്യവും വൈരാഗ്യവും കാരണം മൊഴി കൊടുത്തത് എങ്ങനെയാണ്? ലൈംഗിക ഉദ്ദേശത്തോടു കൂടി എൻ്റെ കുട്ടിയെ സ്പർശിച്ചു എന്ന്. ഈ കാരണത്താൽ ഈ വയോധികൻ 100 ദിവസമാണ് ജയിലിൽ കിടന്നത്. അതുകൊണ്ട് അന്യരുടെ കുട്ടികളെ നിങ്ങൾ സ്പർശിക്കുകയോ ടച്ച് ചെയ്യുകയോ ചെയ്യാതിരിക്കുക. ഒരു കാരണവശാലും 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് നിങ്ങളുടെ ഹോട്ടലുകളിലോ ഷോപ്പുകളിലോ ഒന്നും ജോലി കൊടുക്കാതിരിക്കുക. കാരണം നിങ്ങളുടെ സർക്കിളാണ്, അവർ നിങ്ങളുടെ കസ്റ്റഡിയിലാണ്. അവരെന്ത് ചെയ്താലും ഇത് മൊഴി കൊടുത്താലും അത് വാലിഡാണ്. അതുകൊണ്ട് 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ജോലി കൊടുക്കാതിരിക്കുക. മറ്റുള്ള കേസുകൾ ട്രയൽ നടത്തുന്നത് പോലെയല്ല, ഇതിന് സ്പെഷ്യലായിട്ട് ഫാസ്റ്റ് ട്രാക്ക് കോടതികളുണ്ട്. 6 മാസം മുതൽ 1 വർഷത്തിനുള്ളിൽ വിധി വരാൻ സാധ്യതയുണ്ട്. നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് 60 വർഷം വരെ ജയിൽ, 50 വർഷം വരെ ശിക്ഷിച്ചു എന്നൊക്കെ. പെട്ടെന്ന് വിധികൾ വരും. അതുകൊണ്ട് ഇത്തരം കേസുകളിൽ പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക.